നമ്മൾ തിയറം നോക്കണം. Let x1, x2, etc. xn be mutually independent Boolean variable. Then there are 2 raised to n Boolean function of this n variable. അപ്പോൾ നമ്മളോട് പറയുന്നത് x1, x2, etc. xn പറഞ്ഞത് ഒരു മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ് ബൂളിയൻ വേരിയബിൾ ആണെങ്കിൽ അതിൽ 2 to n ബൂളിയൻ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ഓഫ് ഓൾ ബൂളിയൻ ഫംഗ്ഷൻ ഇൻ n വേരിയബിൾ എടുത്തു. ദി എലമെൻറ്റ് ഇൻ എക്സ് നമുക്കറിയാം. ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z2 എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എലമെൻറ്റ് ഇൻ എക്സ് ആർ എക്സാക്ട്ലി എ ഫംഗ്ഷൻ ഫ്രം z2 to z2. അപ്പോൾ ഒരു ഫംഗ്ഷൻ എം എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എമ്മിൽ സെറ്റ് ടു സെഡ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ സെഡിൽ എം എലമെൻസും ഈ സെഡിൽ n എലമെൻസും ആണെങ്കിൽ നമുക്ക് n⁻m എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ്റെ ഭാഗത്ത് പഠിക്കുന്നുണ്ട് n⁻m എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ മോഡുലസ് ഓഫ് z2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z2ൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എലമെൻറ്റ്സ്. z2 nൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n എലമെൻറ്റ്സ്. സോ 2 n എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. നമുക്ക് ആദ്യം എന്താ പറയുക, മോഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് എക്സിൽ നമ്മൾ തൊട്ട് മുന്നുള്ളതിൽ പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 2 n എലമെൻറ്റ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് z2 n ആണ് മോഡ് എക്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സോ z2 n 2 മോഡുലസ് ഓഫ് z2 n എന്നാണ് വരിക. സോ ദാറ്റ്സ് ഈക്വൽ ടു 2 n. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് വരുന്നത്. ഇനി അടുത്ത പ്രൂഫ് പറയുന്നത് ദി ടോട്ടാലിറ്റി ഓഫ് സച്ച് ഫംഗ്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ ബൂളിയൻ ഓൾജിബ്ര. അതായത് ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ബൂളിയൻ ഓൾജിബ്ര ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എഫ് ജി പറഞ്ഞ 2 എലമെൻറ്റ്സ് എടുത്തു. എഫ് പ്ലസ് ജി, എഫ് ജി ആൻഡ് എഫ് ഡാഷ് ഡിഫൈൻ ചെയ്യുന്നത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അതായത് ഏത് ഫംഗ്ഷനാണ് ബൂളിയൻ ഓൾജിബ്ര പറഞ്ഞു വെച്ചാൽ ബൂളിയൻ ഫംഗ്ഷൻ z2 എന്നിൽ നിന്ന് z2ലേക്കുള്ള ബൂളിയൻ ഫംഗ്ഷൻ എന്താണ്? ബൂളിയൻ ഓൾജിബ്ര ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ എഫ് ജി പറഞ്ഞ 2 എലമെൻറ്റ്സ് എടുത്ത് എക്സിൽ എഫ് പ്ലസ് ജി, എഫ് ഡാഷ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്. ഇതിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെൻറ്റ് ഓഫ് z2 n ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് z2 ആയിരിക്കും. എലമെൻറ്റ് ഓഫ് z2 ആയിരിക്കും. ദെൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ എഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഓൾ ഡാഷ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് z2 n. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻ നമുക്ക് മേലെ തന്നിട്ടുള്ള ആ ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കണം? ബൂളിയൻ ഓൾജിബ്ര ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എഫ് ഓഫ് ജി പ്ലസ് എച്ച്. എഫ് ഓഫ് ജി പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ജി എച്ച് എന്ന് പറഞ്ഞ 3 ഫങ്ഷൻസ് നമ്മൾ എടുത്തു. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെൻറ്റ് ഓഫ് z2 n ആണ്. എഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെൻറ്റ് ഓഫ് എക്സ് ആണ്. സോ എഫ് പ്ലസ് ജി പ്ലസ് എച്ച് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ആദ്യം നമ്മൾ എഫ് പ്ലസ് അല്ല കേട്ടോ, എഫ് ഇൻറ്റു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. കാരണം B1 B2 B3 B4 4 ലോസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് ലോ കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നേരെ തിരിച്ചും, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നോക്കണം. എഫ് ഇൻറ്റു ജി പ്ലസ് എച്ച് ഓഫ് എക്സ് ആണ്. സോ അത് നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം. സോ എഫ് ഓഫ് എക്സ് ജി പ്ലസ് എച്ച് ഓഫ് എക്സിന് നമ്മളുടെ ഡെഫിനേഷൻ വെച്ചിട്ട്, ഇതൊക്കെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഈ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് ജി പ്ലസ് എച്ച് ഓഫ് എക്സിന് ജി ഓഫ് എക്സ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ് നമ്മൾ മേലെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡെഫിനിഷൻ, അതായത് എഫ് പ്ലസ് ജിയും എഫ് ജിയും എഫ് ഡാഷും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? എഫ് ഇൻറ്റു ജി പ്ലസ് എച്ച് ഓഫ് എക്സിനെ എഫ് ഡോട്ട് ജി പ്ലസ് എഫ് ഡോട്ട് എച്ച് ഓഫ് എക്സ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. സോ 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ആൻഡ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 0 ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് ബൈ ഡെഫിനിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് പ്ലസ് ജി ഓഫ് എക്സിനെ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുന്നു. ഓക്കെ, സോ 0 ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ആൻഡ് അതേപോലെ തന്നെ സെയിം 1 ഇൻറ്റു എഫ് ഓഫ് എക്സിനെ 1 ഓഫ് എക്സ് ഇൻ ഡോട്ട് എഫ് ഓഫ് എക്സ്. സോ എക്സ് ഇസ് ദി അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സിസ്റ്റൻസ് ഓഫ് കോംപ്ലിമെൻറ്റേഷൻ.
എഫ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1 അതേപോലെ എഫ് ഡോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ എഫ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എഴുതാം. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് കോംപ്ലിമെൻറ്റേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓൾ ഡാഷ്. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് എക്സ് ആണ്. എല്ലാ എക്സ് എടുത്ത എലമെൻ്റ് ആ സെറ്റ് ടു റേസ് ടു എന്നിലെ എലമെൻ്റ് ആണ്. സോ കോംപ്ലിമെൻറ്റേഷൻ ഓഫ് എഫ് ഈസ് എഫ് ഡാഷ് അണ്ടർ അഡിഷൻ. അതേപോലെ തന്നെ സിമിലർ പ്രൂഫാണ് കോംപ്ലിമെൻറ്റേഷൻ ഓഫ് എഫ് ഈസ് എഫ് ഡാഷ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? എക്സ് ഒരു ബൂളിയൻ ആൾജിബ്ര എന്ന് പറയാം. അതിൽ ഫസ്റ്റ് പ്രൂഫ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് അറിയാം. സോ കമ്മ്യൂട്ടേറ്റീവ് ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല. നമുക്ക് എക്സ് ഒരു ബൂളിയൻ ആൾജിബ്ര ആണെന്ന് പറയാം. Then അടുത്ത് the atoms of this algebra are 2 raised to n functions of the form x1 raised to epsilon 1 into x2 raised to epsilon 2 etc. xn raised to epsilon n, where each xi raised to epsilon I either xi or xi dash. xi raised to epsilon I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ xi ആണ് അല്ലെങ്കിൽ xi ഡാഷ് ആണ്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ 2 raised to n ഫങ്ഷൻസ് ഉള്ള ഓൾജിബ്രയിലെ ആറ്റംസ് ഈ ഫോമിലായിരിക്കും എന്നാണ് പറഞ്ഞത്. x1 raised to epsilon 1, x2 raised to epsilon 2 അങ്ങനെ ആ ഒരു രൂപത്തിലായിരിക്കും ആറ്റത്തിൻ്റെ രൂപം എന്നാണ് പറയുന്നത്. സോ നമുക്കത് പ്രൂവ് ചെയ്യാം. Now we have to find the atom of this Boolean algebra, that is the minimal non-zero elements in X. First അത് നമുക്ക് ആറ്റം ബൂളിയൻ ആൾജിബ്രയിലെ ആറ്റത്തിനെ നമുക്ക് കണ്ടെത്തേണ്ടത്. അത് ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? ആറ്റം എന്ന് പറഞ്ഞാൽ മിനിമൽ നോൺ സീറോ എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വി പ്രൂവ്ഡ് ഓൾ ഫങ്ഷൻസ് ഓഫ് ദി ഫോം. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ആറ്റംസ് ഒക്കെ ഈ ഒരു രൂപത്തിലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, വി അസ്യൂം g equal to x1 x2 etc. xk plus 1 dash etc. xn dash for some k. Note that as a function from z to raised to n to z2. അതായത് ബൂളിയൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ സെറ്റ് ടു റേസ് ടു എൻ സെറ്റ് ടുയിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ജി വാനിഷസ് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് സെറ്റ് ടു റേസ് ടു എൻ എക്സെപ്റ്റ് ദി പോയിന്റ്സ് 1 1 1 1 0 0 0. അതായത് എല്ലാ പോയിന്റ്സിലും വാനിഷ് ചെയ്യും എക്സെപ്റ്റ് അറ്റ് ദി പോയിന്റ്സ്. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടേണ്ട x1 x2 എക്സെട്ര xk പ്ലസ് 1 ഡാഷ് xn ഡാഷ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ x1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എടുത്തു. സോ x1 ഡാഷ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 1 1 1 1 അതിൻ്റെ കോംപ്ലിമെൻറ്റ് 0 0 0 0. ആ പോയിൻറ്റ്സിലല്ലാതെ ബാക്കി എല്ലാ പോയിൻറ്റ്സിലും എന്തായിരിക്കും? ജി വാനിഷ് ചെയ്യും. ഈ വാനിഷസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ഓഫ് സെറ്റ് ടു റേസ് ടു എൻ. സെറ്റ് ടു റേസ് ടു എന്നിലെ ബാക്കി എല്ലാ പോയിൻറ്റ്സിലും വാനിഷ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് k എൻട്രീസ് ആർ 1 ആൻഡ് റിമൈനിങ് എൻട്രീസ് ആർ 0. ഫസ്റ്റ് k എൻട്രീസ് കാരണം അങ്ങനെ വരുള്ളൂ. കാരണം x1 ഈക്വൽ ടു 1 ആണെങ്കിൽ x1 ഡാഷ് എന്തേ വരുള്ളൂ? 0 വരുള്ളൂ. ബാക്കി എല്ലാ പോയിൻറ്റ്സിലും അത്, അല്ലെങ്കിൽ നേരെ തിരിച്ചും x1 0 ആണെങ്കിൽ x1 ഡാഷ് 1. അങ്ങനെ ഫസ്റ്റ് k എൻട്രീസ് 1ഉം ബാക്കി എല്ലാം 0, റിമൈനിങ് എൻട്രീസ് 0 ആയിട്ടുള്ള ആ ഒരു പോയിന്റിലല്ലാതെ ബാക്കി എല്ലാ പോയിന്റ്സിലും എന്ത് ചെയ്യും? ജി വാനിഷ് ചെയ്യും. അതിനെ നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ ഇ കെ എന്ന് വിളിച്ചു. ഓക്കെ, ജി ഓഫ് ഇ കെ ഈക്വൽ ടു 1 ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് എലമെന്റ് ഓഫ് എക്സ് മൈനസ് ഇ കെ. വി ഓഫ് ഇ കെ പറഞ്ഞാൽ 1 ആണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബൂളിയൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തോർത്ത് ഏതെങ്കിലും ഒരു വാല്യൂ 1 ആയാൽ മതി. നമ്മുടെ ഫംഗ്ഷൻ്റെ സമ്മ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് മൈനസ് ഇ കെ. ഹെൻസ് ജി ഈസ് നോട്ട് ഐഡൻറ്റിക്കലി 0 ഓൺ സെറ്റ് ടു റേസ് ടു എൻ ഓർ ജി ഈസ് എ നോൺ സീറോ എലമെൻറ്റ് ഓഫ് എക്സ്. നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടി? ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിക്കലി 0 അല്ല. കാരണം ഒരു വാല്യൂ ജി ഓഫ് ഇ കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലെങ്കിലും നമ്മുടെ ഫംഗ്ഷൻ എന്തുണ്ട്? നോൺ സീറോ അല്ലാതെ വരുന്നുണ്ട്. സോ ജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ സീറോ എലമെൻറ്റ് ഓഫ് എക്സ് ആണ്. എക്സിലൊരു നോൺ സീറോ എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മിനിമൽ നോൺ സീറോ എലമെൻ്റ് ആണ് കണ്ടെത്തുന്നത്. സോ നമുക്കൊരു നോൺ സീറോ എലമെൻറ്റ് കിട്ടി. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് അതൊരു മിനിമൽ നോൺ സീറോ എലമെൻ്റ് ആണെന്നാണ്. ഓക്കെ, അപ്പോൾ ചൂസ് ഷോ ദാറ്റ് ജി ഈസ് എ മിനിമൽ നോൺ സീറോ എലമെൻറ്റ് ഓഫ് എക്സ്. ലെറ്റ് എഫ് എലമെൻറ്റ് ഓഫ് എക്സ് ആൻഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി. Then 0 less than or equal to f less than or equal to g to prove either f equal to g or f equal to 0. അത് എഫ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമ്മൾ എക്സിൽ എടുത്തു. അതേപോലെ എന്തെടുത്തു? എഫ് ജിനേക്കാളും ചെറിയൊരു എലമെൻ്റ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇക്വാലിറ്റി വരും. ഓക്കെ, കാരണം 0 എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ 0നേക്കാളും വലുതാവും. ഒരിക്കലും എന്താവില്ല? 0നേക്കാളും ചെറുതാവില്ല. ടു പ്രൂവ് എയ്തർ എഫ് ഈക്വൽ, ഒന്നുകിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുക? എഫ് ഈക്വൽ ടു ജി ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യുക? എഫ് ഈക്വൽ ടു 0 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ,
നൗ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി, എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് ജി ഡാഷ് ഈക്വൽ ടു 0 എന്നാണ്. സോ എഫ് ഡോട്ട് ജി ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 0 ഓഫ് എക്സ്. അതായത് ഇവിടെ ഒരു എക്സ് നമ്മൾ ഫംഗ്ഷനാക്കി എഴുതിയെന്നേ ഉള്ളൂ ഇത്. ദെൻ അതിന് നമ്മൾ എഫ് ഓഫ് എക്സ് ഡോട്ട് ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഞാൻ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഓൾ ഡാഷ് ഈക്വൽ ടു 0. ദെൻ ഇതിൻ്റെ മീനിങ് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഇവിടെ നമ്മൾ രണ്ട് എലമെൻ്റ് ആണ് എടുത്തത്. എഫ് ജി എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ്സ് ആണ് എടുത്തത്. ഇവിടേക്ക് എത്തിയപ്പോൾ അത് എന്തായി? ഫംഗ്ഷൻസ് ആയി. എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിനേക്കാളും ചെറുതാണെന്ന് കിട്ടും. ബട്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു ഇ കെ. ജി ഓഫ് എക്സ് 0 ആവണമെങ്കിൽ എന്തായിരിക്കണം? എല്ലാ എക്സും ഈക്വൽ എലമെൻ്റ് ആവരുത്. ഈക്വൽ എലമെൻറ്റ് പറഞ്ഞാൽ 1 1 1 1 എക്സെട്രാ 0 0 0. അപ്പോൾ ഈ ഒരു ഇ കെ എന്ന് പറഞ്ഞ ആ ഒരു എലമെൻറ്റിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 1 അല്ലാത്ത അത് എക്സ് ജി പറഞ്ഞത് 0 ആവണമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് എവിടെ ആവരുത്? ഇ കെയിൽ ആവരുത്. സോ ജി ഓഫ് എക്സ് 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? 0 ആയിരിക്കും ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു ഇ കെ. ഇഫ് എഫ് ഓഫ് ഇ കെ ഈക്വൽ ടു 0 ദെൻ എഫ് ഈസ് എ 0 എലമെൻറ്റ് ഓഫ് എക്സ്. എഫ് ഓഫ് ഇ കെ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 0 എലമെൻ്റ് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു 0. ഇഫ് എഫ് ഓഫ് ഇ കെ ഈക്വൽ ടു 1. ഇപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് വരുന്നത്. ഒന്ന് നമുക്ക് എന്ത് വന്നു? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് പറഞ്ഞത്. അപ്പോൾ എഫ് ഓഫ് എക്സ് 0 ആവുന്ന കേസ് നമ്മൾ നോക്കി. അല്ല, ജി ഓഫ് എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 0 ആവും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇഫ് എഫ് ഓഫ് ഇ കെ ഈക്വൽ ടു 0 ആണെന്ന് പറയാം. ഓക്കെ, കാരണം എഫ് 0 എലമെൻറ്റ് ഓഫ് എക്സ് ആണ്. എഫ് ഇസ് എ 0 എലമെൻറ്റ് ഓഫ് എക്സ്. കാരണം ജി ഓഫ് എക്സ് എന്താണോ അതേപോലെ ഒരിക്കലും എന്ത് വരില്ല? എഫ് ഓഫ് എക്സ് വരില്ല. ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് എഫ് ഓഫ് ഇ കെ. എഫ് ഓഫ് ഇ കെക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഒന്നുകിൽ 0 ആവും അല്ലെങ്കിൽ എന്താവും? 1 ആവും. കാരണം ആകെ നമ്മളുടെ ബൂളിയൻ ഇതിൽ സെറ്റൂലേ വരുള്ളൂ. കാരണം സെറ്റൂല് ആകെ ബൂളിയൻ വേരിയബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ഓർ 1 ആണ്. സോ ഒന്നുകിൽ എഫ് ഓഫ് ഇ കെ എന്ന് പറഞ്ഞത് 0 ആവും അല്ലെങ്കിൽ 1 ആവും. 0 ആവുമ്പോൾ നമ്മുടെ എഫ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? 0 എലമെൻ്റ് ആവും എക്സിൽ. ഇനി എഫ് ഓഫ് ഇ കെ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് ഇ കെ ഈക്വൽ ടു 1 ആണെങ്കിൽ ദെൻ നമുക്ക് എന്ത് പറയാം? എഫ് ഈക്വൽ ടു ജി ആണ്. കാരണം എന്താ? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ജി ഓഫ് ഇ കെ ഈക്വൽ ടു 1 ആണെന്ന്. സോ എഫ് ഈക്വൽ ടു ജി ആവും. ദസ് ജി ഈസ് നോട്ട് പ്രോപ്പർലി ലാർജർ ദാൻ എനി നോൺ സീറോ എലമെൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും? ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലമെൻറ്റിനേക്കാളും ചെറുതല്ല എന്ന് കിട്ടും, വലുതല്ല എന്ന് കിട്ടും. ഓക്കെ, ദസ് ജി ഈസ് നോട്ട് പ്രോപ്പർലി ലാർജർ ദാൻ. വേറൊരു ഏതൊരു എലമെൻറ്റ് എടുത്താലും നമുക്ക് എന്തേ ആവുള്ളൂ? ഒന്നുകിൽ അത് ഈക്വലേ ആവുള്ളൂ, അല്ലാതെ അതൊരിക്കലും എന്താവില്ല? വലുതായിട്ട് വരില്ല. ഇൻ അതർ വേർഡ്സ് ജി ഈസ് എ മിനിമൽ നോൺ സീറോ എലമെൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? മിനിമൽ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പാരിസൺ പറ്റുന്നതാണ് മീനിങ്. അതായത് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണെങ്കിൽ എഫ് ഈക്വൽ ടു ജി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ്റെ കേസാണ് പറയുന്നത്. ദെൻ എഫ് ഓഫ് ഇ കെ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? എഫ് ഈക്വൽ ടു ജി ആണെന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഇൻ അതർ വേർഡ്സ് ജി ഈസ് എ മിനിമൽ നോൺ സീറോ എലമെൻറ്റ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ജി ഈസ് ആൻ ആറ്റം. ജി ഒരു ആറ്റം ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് പറയണത് എന്താ വെച്ചാൽ x1 റേസ് ടു എപ്സിലോൺ 1 x2 റേസ് ടു എപ്സിലോൺ n അങ്ങനെ ഈ ഒരു ഫോമിലാണെങ്കിൽ അതിൽ 2 റേസ് ടു n ആറ്റംസ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ xi റേസ് ടു എപ്സിലോൺ ആയാലും 2 റേസ് ടു n എലമെൻറ്റ്സ് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ xi റേസ് ടു എപ്സിലോൺ ആയി നമ്മുടെ ഫംഗ്ഷൻ ബൂളിയൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ടു റേസ് ടു n ടു z2 ആണ്. സോ സെറ്റ് ടു റേസ് ടു n ടു z2 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എഫ് ടു ജി ആണ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിൽ എഫിൽ n എലമെൻറ്റ്സും ജിയിൽ m എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് m റേസ് ടു n എന്ന് എഴുതാം. അപ്പോൾ സെറ്റുവിൽ ആകെ 2 എലമെൻറ്റ്സ് ആണല്ലോ. സോ 2 റേസ് ടു സെറ്റ് 2 റേസ് ടു എന്നിൽ നമുക്ക് n എലമെൻറ്റ്സ് ഉണ്ട്. സോ 2 റേസ് ടു n എന്നുള്ള ഫോമിൽ വരും. സോ ഓരോ xi റേസ് ടു എപ്സിലോൺ ആയാലും നമുക്ക് എന്ത് കിട്ടും? 2 റേസ് ടു n എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ബൈ ദി എബോവ് കൊറോളറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡ് എക്സ്. അതൊരു എക്സ് ഒരു ബൂളിയൻ ഓൾജിബ്ര, ഒരു ഫൈനൈറ്റ് ബൂളിയൻ ഓൾജിബ്ര ആണെങ്കിൽ അതിൽ 2 റേസ് ടു n എലമെൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ 2 റേസ് ടു n എലമെൻറ്റ്സും നമ്മൾ നേരത്തെ പഠിച്ചു. ഒരു ബൂളിയൻ ഓൾജിബ്രയിൽ എത്ര ഉണ്ടാവും? 2 റേസ് ടു n എലമെൻറ്റ്സ് ആണെങ്കിൽ അത് 2 റേസ് ടു n എലമെൻറ്റ്സ് ആക്കിയിട്ട് നമുക്ക് എഴുതാമെന്ന് നമ്മൾ നേരത്തെ പ്രൂഫ് ബൂളിയൻ ഫംഗ്ഷനിൽ 2 റേസ് ടു n ബൂളിയൻ ഫംഗ്ഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. സോ 2 റേസ് ടു n ബൂളിയൻ ഫംഗ്ഷൻസ് ഉള്ളതിൽ 2 റേസ് ടു n എലമെൻറ്റ്സ് എന്തായിരിക്കും? ആറ്റംസ് ആയിരിക്കും. ഓക്കെ, 2 റേസ് ടു n എലമെൻറ്റ്സ് ആറ്റംസ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 2 റേസ് ടു n സച്ച് എലമെൻറ്റ്സ് ആറ്റംസ് ആയിരിക്കും.
സിൻസ് വി ഹാവ് ഓൾറെഡി കൺസിഡർ 2n ആറ്റംസ്, സോ 2n ആറ്റംസ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പോൾ നമ്മളോട് 3 പ്രൂഫാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് അതിൽ ബൂളിയൻ ഫംഗ്ഷനിൽ 2n എലമെൻറ്റ്സ് ഉണ്ടെന്നാണ്. സെക്കൻഡ് വൺ നമ്മൾ ഈ എക്സ്, അതായത് ബൂളിയൻ ഫംഗ്ഷൻ ഒരു ബൂളിയൻ ഓൾജിബ്ര ആണെന്നാണ് പ്രൂവ് ചെയ്തത്. അതായത് Z2n2Z2 എന്നുള്ള ഒരു ബൂളിയൻ ഫംഗ്ഷൻ ഒരു ബൂളിയൻ ഓൾജിബ്ര ആണെന്നാണ് നമ്മൾ സെക്കൻഡ് പ്രൂവ് ചെയ്തത്. തേർഡ് പ്രൂവ് ചെയ്തത് x1∈1 x2∈2 എക്സെട്ര xn∈ എന്നുള്ള ആ ഒരു ഫോമിലാണ് നമ്മുടെ ആറ്റംസ് എങ്കിൽ അതിൽ എന്തായിരിക്കും 2n ആറ്റംസ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉണ്ടാവുക എന്നാണ്. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ 2n എന്നുള്ള ആ ഒരു ബൂളിയൻ ഫംഗ്ഷനിൽ 2n ആറ്റംസ് എന്തായിരിക്കും, നമ്മളുടെ ആറ്റംസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.